ആ തുറന്നോളൂ, കുറ്റിയിട്ടിട്ടില്ല. ഹായ് അങ്കിൾ. ഹായ്. ഹായ്. ഹായ് കിട്ടിപ്പോയി. വീട് വീട് ഇല്ല വീട് ഇല്ല, ഇത് എന്റേതാ. അത് എന്റേതാ. വീട് ഞാൻ തരില്ല. മിണ്ടിപ്പോരുത്. ജോണി, ആ ജാസ്മിന് ഭക്ഷണവും മരുന്നും ഒക്കെ കൊടുത്തോ? ഇല്ല ആൻറ്റി, സമയമായില്ല. സമയമൊക്കെ ആയി. ജോണിയുടെ പണി നടക്കട്ടെ, ഞങ്ങൾ കൊടുത്തോളാം. ഓക്കെ, കിച്ചണിൽ ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊടുത്തു. ആൻറ്റി, ആൻറ്റി ഭക്ഷണമൊക്കെ റെഡിയാക്ക്. ഞങ്ങൾ ജാസ്മിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി റൂം ക്ലീൻ ചെയ്യട്ടെ. ആ ഓക്കെ അല്ലേ? ആ ചോദിക്കാൻ വിട്ടുപോയി, രമേണി റാണിയുടെ ഇച്ചാമാരെ കണ്ടില്ലല്ലോ ഇന്ന്. ഇന്ന് സൺഡേ അല്ലേ ജോണി? സൺഡേസ് ഹോളിഡേ എന്നാണല്ലോ. സാധാരണ അവർ വൈകുന്നേരമാണ് ടൗണിൽ പോകാറുള്ളത്. ഇന്ന് രാവിലെ 3-4 പേരും കൂടി പോയിട്ടുണ്ട്. അവരാഘോഷിക്കട്ടെന്നേ. അവരാഘോഷിച്ചാൽ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ആഘോഷിക്കുന്നതൊക്കെ കൊള്ളാം. ഈ ഫ്ലാറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഇടപെടേണ്ടി വരും. അത് നിന്റെയൊക്കെ ഭർത്താക്കന്മാരോടൊന്ന് പറഞ്ഞേര്. അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി. ഈ ആൻറ്റിയുടെ ഒരു കാര്യം. ഇനി എന്നേക്ക് ആൻറ്റി, ഞാൻ പിന്നെ കൊടുത്തോളാം. അങ്കിളെ പാട്ട് വെക്കാമോ? പാട്ട് കേൾക്കണോ? ആ. ഇതിനു മുമ്പിലോട്ട് കയറി നിന്നാൽ മതി, അപ്പ പാട്ട് വരും. ശരിക്കും? ശരിക്കും. എനിക്കറിയാം, സെൻസറില്ലേ? ജോണി പോയിട്ട് വരട്ടെ. ആ, ബി ഹാപ്പി. ശരി. സന്തോഷമായിട്ടിരിക്കെ. അങ്കിളെ പോകുവാണേ. ശരി മോളെ. ടാറ്റാ. ടാറ്റാ.
ജോണിയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ജീവിതം തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴാ എന്തു പറയാനാ മനുഷ്യൻ്റെ ഓരോരോ അവസ്ഥ. ഈ ജോണിക്കും ജാസ്മിനും വീട്ടുകാരും ഇല്ലേ? ഓ അതാ കഷ്ടം. രഹസ്യത്തിൽ പ്രേമിച്ച് ഒളിച്ചോടിയതല്ലേ. ഇത് കേട്ട് ഞാൻ 2 വീട്ടുകാരും ഉപേക്ഷിച്ചു. അവരെ ഒന്നും ഇനി പ്രതീക്ഷിക്കേ വേണ്ട. വരാനാണെങ്കിൽ ഈ സമയത്തല്ല ആരെങ്കിലും വരേണ്ടത്. ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായം ചെയ്യണം. റൂം G3 താമസിക്കുന്ന ആൻസിയും മാത്തുക്കുട്ടിയും ഒന്നിനും വരുമെന്ന് തോന്നുന്നില്ല. അയാൾ പിന്നെയും കുഴപ്പമില്ല, അവൾക്കാ പ്രശ്നം. ഇവിടെ പതുങ്ങിയിരിക്കുന്നതൊക്കെ കൊള്ളാം. ഇവിടെ പറയുന്നതൊക്കെ അവിടെ ഇവിടെയും പോയി പറഞ്ഞേക്കരുത്. ഞാനവിടെ ചെന്ന് എന്ത് പറയാനാ? എനിക്ക് ഇവന്മാരുടെ അടുത്ത് ഒരു കമ്പനിയില്ല. ആന്റി ഒന്ന് മുകളിലേക്ക് നോക്കിയേക്കണേ. ഓക്കേ. ഉറങ്ങുവാ. ആ ഞാൻ അത്യാവശ്യമായിട്ട് ടൗണിലോട്ടൊന്ന് പോവാ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ആയിക്കോട്ടെ. എല്ലാരെയും വിളിച്ചു വരുത്തിയിട്ട് ആൻറ്റി ഇങ്ങനെ ഒന്നും മിണ്ടായിരുന്നല്ലോ. കാര്യം പറയാം ആൻറ്റി. നമ്മുടെ ഫ്ലാറ്റിലെ ഒരു കുടുംബമാണ് ജോണിയുടേത്. അതാർക്കാ അറിയാൻ പാടില്ലാത്ത ആൻറ്റി കാര്യം പറ. ജോണിയെ നമ്മൾ സഹായിക്കണം. ആന്റി ഒന്ന് വ്യക്തമായി പറ, സാമ്പത്തികം കൊടുത്ത് സഹായിക്കാനാണോ? സാമ്പത്തികമൊക്കെ ജോണിക്കുണ്ട്. നമ്മൾ അവിടെ പോവുകയും എല്ലാ കാര്യത്തിലും ഇടപെടുകയും ചെയ്യണം. അതൊക്കെ ജോണിക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ അതൊക്കെ ചെയ്യണം. ഇതൊക്കെ സിമ്പിൾ കാര്യമല്ലേ. ഞങ്ങൾ അവിടെ പോവുകയും ചെയ്യും, ജോണിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തും കൊടുക്കും. മദ്യം കഴിച്ചിട്ടോ ഒരാൾ പോലും അവിടെ കയറി പോകരുത്. ആ കുട്ടിയുടെ അസുഖം അറിയാമല്ലോ. ഹേ, ഞങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യോ? പറഞ്ഞെന്നേ ഉള്ളൂ. ജാസ്മിൻ ഇപ്പോൾ നല്ല പ്രോഗ്രസ് ഉണ്ട്. ദി ലിംസ് ഹാവ് സ്ലൈറ്റ്ലി ഇംപ്രൂവ്ഡ്. നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? നോ, റിയലി. കോളേജ് ജീവിതം തൊട്ട് നിന്നെ എനിക്കറിയാവുന്നതല്ലേ. നിന്നോട് ഞാൻ നുണ പറയുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, കോളേജ് ക്യാമ്പസിലെ വാഗമരച്ചോട്ടിൽ കൊഴിഞ്ഞു വീണ പൂക്കൾക്ക് നടുവിൽ നിങ്ങളുടെ പ്രണയം പൂക്കുന്നത്. അസൂയ തോന്നിയിട്ടുണ്ട്. ആരുടെയൊക്കെ കണ്ണ് തട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ജീവിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ ജോണി, കൂൾ. ജാസ്മിന് വേണ്ടത് ഇനി നിന്റെ സാമീപ്യമാണ്. തിരിച്ചു വരും, നീ വിഷമിക്കാതെ. കയറി പോകുന്നോളൂ. എങ്ങനെയുണ്ട് ഡോക്ടറെ? നല്ല മാറ്റമുണ്ട്. ഇനിയിപ്പോൾ അവരുടെ ലോക. ജാസ്മിൻ എനിക്ക് കിട്ടത്തില്ല. ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അവർ തന്നെയായിരിക്കും. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് കയറാതെ പോകത്തില്ല. അത് ഇവിടുത്തെ അസോസിയേഷൻ്റെ തീരുമാനമാണ്. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിരിക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഈ വീടിനൊരു അനക്കം വയ്ക്കും. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ ഡോക്ടറെ, ഡോക്ടർ ചായ കുടിച്ചില്ലല്ലോ. 5 മിനിറ്റ് ചായ കുടിച്ചിട്ട് പോവാം. ഓ വേണ്ട ആൻറ്റി, ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. ഓക്കെ, എന്നാ ഇറങ്ങട്ടെ. ആന്റണി ചേട്ടാ, ഈ ഫ്ലാറ്റിൽ എത്ര കുടുംബങ്ങളുണ്ട്? 30 കാണും. അതെങ്ങനാ? ആഴ്ചയല്ലേ കുടുംബങ്ങൾ മാറി മാറി വരുന്നത്. കഷ്ടിച്ച് 1 വർഷം, അത് കഴിഞ്ഞാൽ മറിച്ച് വിൽക്കുമല്ലേ. ഇതെന്തോന്ന് ജീവിതം. ഒരുമാതിരി വരവും പോക്കും. 3-4 എണ്ണം വിദേശത്ത്. നാളെയോ മറ്റന്നാളോ ഒരു കുടുംബം വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. UK-ലാ. ഒരു ടോമും ഭാര്യ ഐറിനും. 5-6 മാസം മുമ്പ് കല്യാണം കഴിഞ്ഞതാ. വിളിച്ചിട്ടുണ്ടായിരുന്നു. 1 മാസം ഇവിടെ കാണുമായിരിക്കും. ജാസ്മിൻ കൊച്ചിന് എങ്ങനെയുണ്ട്? സുഖം. ശരി. ഇന്നൊരു മൂടില്ല.
ഒരു സിഗരറ്റിങ്. സിഗരറ്റോ? എവിടുന്ന്? ഫ്ലാറ്റിൽ സിഗരറ്റ് വലിക്കാൻ പാടുന്നത് അറിയാമല്ലേ? ഓ, അതൊക്കെ അറിയാം. ഒന്ന് ഇതാന്നേ. ആ പ്രസിഡന്റ് തള്ളയെങ്ങാനും പറഞ്ഞ എൻ്റെ പണി പോകുന്ന ഏർപ്പാടാ. ഞാൻ ആ കോറിഡോറിൽ അങ്ങനെ നിന്ന് വലിച്ചോളാം, ആരും അറിയത്തില്ല. ലാമ്പിക്കാന്നേ. ആഹാ, പാത്തും പതുങ്ങിയൊക്കെ വേണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഹായ് ഹായ് ലക്കി ആൻറ്റി. ഹായ്. എൻ്റെ വീട് അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? കല്യാണം കഴിഞ്ഞ് നാട് വിട്ടതാ. ഇനിയിപ്പോൾ ഇത് എത്ര നാളത്തേക്കാ? 1 മാസം, അത്രേ ഉള്ളൂ. ഹായ് ഐറിൻ. ഹായ്. ഈ കൊച്ചിനെ നേരം വണ്ണം ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഇവരൊക്കെ പുതിയ ആൾക്കാരാ. പഴയവർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ആൻ്റണി, ഇയാള് പഴഞ്ചനാ. ആൻ്റണി, ഇവരുടെ ബാഗൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചേ. ബാ, നമുക്ക് പോകാം. ഇതാണ് ജോണി. ജോണി, ഇത് ടോം, വൈഫ് ഐറിൻ. 4G അപ്പാർട്ട്മെന്റിന്റെ യഥാർത്ഥ അവകാശം. ഓ, ശരി ശരി. എങ്ങോട്ടാ? ഒന്ന് ടൗൺ വരെ പോണം ആൻറ്റി. ആൻറ്റി, ഇങ്ങോട്ടൊരു കണ്ണ് വേണേ. ജസ്മിന് ഭക്ഷണമൊക്കെ കൊടുത്താലേ? ഇപ്പൊ ഉറങ്ങുവാണ്. ഞാനിപ്പോ തന്നെ ഇങ്ങോട്ട് വരും, എന്നിട്ട് കൊടുത്തോളാം. ശരി ശരി. പോട്ടെ. ആ, ജോണിയുടെ ഭാര്യയ്ക്ക് വയ്യ, വീൽ ചെയറിലാണ്. അയാളുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. നല്ല പഠിത്തമുള്ള ആളാ. ഒരു കമ്പനിയിൽ ഇലക്ട്രോണിക് എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ ജോലിയൊക്കെ കളഞ്ഞ് സ്വന്തമായി വർക്ക് ചെയ്യുക. ഒറ്റപ്പെട്ട ജീവിതം. സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരുമില്ല. ഈ ഫ്ലാറ്റിലുള്ളവരാ ജോണിയുടെ കുടുംബം. ആ, നിങ്ങൾ വിശ്രമിക്കേ, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ. ആന്റണി, ബാഗ് എടുത്ത് അകത്ത് വെച്ചോളൂ. ഒരു തീരുമാനം എടുക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഫ്ലാറ്റിലുള്ളവരാരും ഇത് അറിയാൻ പാടില്ല. ടോം, ഇനിയെങ്കിലും നിങ്ങൾ തുറന്നു പറയണം. ഐറിൻ, ഞാനെല്ലാം തുറന്നു പറഞ്ഞാണ്. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കണം. ഒരു കുട്ടിക്കഥ പോലെ ഞാനതൊക്കെ വിശ്വസിക്കണം എന്നാണോ? കോളേജ് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു സാധാരണ പ്രണയം. രമ്യയും ഞാനും തമ്മിലുള്ള ബന്ധം നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അവളൊരു പ്രത്യേക ക്യാരക്ടറാണ്. വെറും തമാശയ്ക്ക് ഇടുന്ന മെസ്സേജ് കണ്ട് ഇത്ര സീരിയസ് ആകേണ്ടതുണ്ടോ? ഞാനും ഒരു പ്രത്യേക ക്യാരക്ടറാണ്. തമ്മിൽ കൂടുതൽ അടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതെന്റെ ജോലിയുടെ സ്വഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാനത് മനസ്സിലാക്കുന്നു. നോ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമുക്ക് പിരിയാം. ഇവിടം വിട്ട് പോകുന്നത് വരെ ഇവിടെ ആരും ഇത് അറിയരുത്. ഹായ്. ഹായ്. ഭാര്യ ഭർത്താക്കന്മാരായാൽ ഇങ്ങനെ വേണം. ഇണക്കിളികളെ പോലെയല്ലേ രണ്ടും. അവര് പ്രണയിക്കട്ടെ. പിന്നെ UK-യിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരും രണ്ടും രണ്ടിടത്താ താമസിക്കുന്നേ. പിന്നെ ഒന്നിച്ച് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ആവേശമൊക്കെ കാണും. നമ്മളങ്ങോട്ട് നോക്കണ്ട. പിന്നല്ലാതെ. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. എന്തിന്? എനിക്ക് കൂടുതലായി ഒന്നും ആലോചിക്കാനില്ല. തെറ്റിദ്ധരിക്കപ്പെട്ട ബന്ധത്തിന്റെ നോ, പേരിൽ നീ തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല, ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് നീ അറിഞ്ഞത്? വല്ലപ്പോഴാണ് നമ്മൾ തമ്മിലൊന്ന് കണ്ടുമുട്ടുന്നത്. അവിടെയെല്ലാം നീ ഇത് തന്നെ പുലമ്പിക്കൊണ്ട് നടക്കുന്നു.
തകർന്നത് എൻ്റെ ജീവിതമല്ലേ. അപ്പ അമ്മ അവരുടെ മുമ്പിൽ ഒരു വിഡ്ഢിയാവാൻ എനിക്ക് കഴിയില്ല. എൻ്റെ തീരുമാനം ഉറച്ചതാണ്. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇത് നടക്കണം. ഇതെന്റെ പേഴ്സണൽ വിഷയമാണ്. ഇതിൽ ആരും ഇടപെടണ്ട. ആരും. മനസ്സിലായോ? എന്നാലും ജോണിക്കിത് എന്തു പറ്റി? പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണുന്നില്ല. മനുഷ്യരുടെ കാര്യമല്ലേ, എപ്പോൾ വേണേലും മാറാം. ചിലപ്പം ജീവിതം മടുത്ത് കാണും. അസുഖം പിടിച്ച ഭാര്യ, ആരായാലും തകർന്നു പോകുമെന്ന്. അതെ, നമ്മളിനി അങ്ങോട്ട് പോകണ്ട. അയാൾ എന്നാന്ന് വെച്ചാൽ കാണിക്കട്ടെ, പിന്നല്ലാണ്ട്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഞാനിവിടുത്തെ അസോസിയേഷൻ പ്രസിഡൻ്റ് അല്ലേ. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞാനും കൂടി ഇടപെടണ്ടേ? അതൊക്കെ ശരിയാ. പക്ഷെ അയാൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇടപെടാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്താ മോളെ? മോളെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, പേടിച്ചു. ബാക്കിയുള്ളവർ സമാധാനം പോകും. ആന്റി ഇതിനകത്ത് ഇടപെടണം. ഇതൊരു തലവേദനയെ തീർന്നിരിക്കുക. വേറെ മാർഗങ്ങളൊന്നുമില്ല. പോലീസിൽ അറിയിക്കുന്ന നല്ലത്. അത് വേണോ? ഫ്ലാറ്റിലൊക്കെ പോലീസുകാർ വരിക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഒരു മോശമില്ല. ബാക്കിയുള്ളവരുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. ഇല്ല, ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കും. ആന്റി പറഞ്ഞാലും കാര്യമുണ്ട്. പോലീസൊക്കെ വരികയെന്ന് വെച്ചാൽ അതെല്ലാവർക്കും നാണക്കേടാ. ഹാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനൊരു പരിഹാരം കാണണ്ടേ? ഒരു പേഷ്യൻ്റ് ഉള്ള കുടുംബമാ. ചിലപ്പോൾ അയാളുടെ സമനില തെറ്റി കാണും. ഒന്നും അല്ലെങ്കിലും ജോണിയുടെ കുടുംബവുമായി
ഒരു കുടുംബം പോലെ കഴിഞ്ഞവരല്ലേ നമ്മൾ. നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കേസല്ല ഇത്. ആൻറ്റിക്ക് മറ്റൊന്നും വിചാരിക്കേണ്ട, പോലീസിൽ അറിയിക്കാൻ. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അല്ലേ? അതല്ലേ ശരി? അതെ, അതാണ് ചെയ്യേണ്ടത്. അയാളുടെ പേഴ്സണൽ വിഷയത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ശല്യമാവുന്ന നേരത്തിൽ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അന്വേഷിക്കാം. ഇയാൾ എങ്ങനെയുണ്ട് പ്രകൃതം? ഒരു കുഴപ്പവുമില്ലായിരുന്നു. അടുത്തിടെയായിട്ട് ഒരു വല്ലാത്ത വയലന്റ് സ്വഭാവമാണ്. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്. ഇപ്പൊ ആരെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ഒരു വല്ലാത്ത ഭ്രാന്ത് പിടിച്ച അവസ്ഥ. രാവിലെ ഒരു ബഹളം കേട്ടിരുന്നു, പിന്നെ കേട്ടിട്ടില്ല. ഏതാണ് അയാളുടെ അപ്പാർട്ട്മെന്റ്? 5G. ഇയാള് ഭാര്യയോട് എങ്ങനെയായിരുന്നു? അവര് ഭാര്യ ഭർത്താക്കന്മാർ നല്ല സ്നേഹത്തിലായിരുന്നു. ഇപ്പൊ പിന്നെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഡിവോഴ്സ് അതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഒപ്പിടാൻ തയ്യാറാണ്. വാ. ജോണി, ജോണി, സ്നേഹിതരെ, എന്ന് നിങ്ങളെ വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. അത്ര കണ്ട് നിങ്ങളെ ഞാൻ എന്നിൽ നിന്നും അകത്തിയിരുന്നു. ഞാൻ എൻ്റെ ജീവനേക്കാൾ സ്നേഹിച്ച എൻ്റെ ജാസ്മിൻ വേദനകൾ ഉള്ളിലൊതുക്കി ഞാൻ കാത്തിരുന്നു. ഒരിക്കൽ എൻ്റെ പ്രിയപ്പെട്ടവൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ. ബന്ധങ്ങളുടെ ആഴം അറിഞ്ഞത് നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ സാമീപ്യം എനിക്ക് ആശ്വാസമായിരുന്നു. ഒരു നനുത്ത കാറ്റുപോലെ അതെന്നെ തലോടി. എന്നിട്ടും ഞാൻ നിങ്ങളെ അകറ്റി നിർത്തി. പതിവ് ചെക്കപ്പിന് വേണ്ടിയാണ് ഡോക്ടർ ആനന്ദ് എത്തിയത്. ഡോക്ടർ ആനന്ദിന്റെ വാക്കുകൾ എന്നെ തളർത്തിക്കളഞ്ഞു. ബ്രെയിൻ റപ്ചർ അത് സംഭവിച്ചിരിക്കുന്നു. ക്രിട്ടിക്കലാണ്. ഈ അവസ്ഥയിൽ മറ്റൊന്നും ചെയ്യാനില്ല. ചിലപ്പോൾ ഒരു മാസം, അല്ലെങ്കിൽ അതിനു മുമ്പ്. ജോണി, അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇനിയുള്ള നാളുകൾ നീ അവൾക്ക് സന്തോഷം കൊടുക്കണം. നിങ്ങൾ രണ്ടാളും മാത്രമുള്ളൊരു ലോകം. അതവൾക്ക് ആശ്വാസമാകും. ചുരുങ്ങിയ ദിനങ്ങൾ മാത്രമാണ്
എൻ്റെ ജാസ്മിനി ഭൂമിയിലുള്ളത് എന്നറിഞ്ഞ നിമിഷം മുതൽ ഞാനൊരു തീരുമാനമെടുത്തു. ഇനിയുള്ള ദിനങ്ങൾ ഞങ്ങളുടേത് മാത്രമാകും. ഇവിടെ മറ്റാരും കടന്നു വരാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. പ്രണയകാലത്തെ പൂമരച്ചോട്ടിലെന്ന പോലെ ഞാൻ അവളെ എൻ്റെ നെഞ്ചോട് ചേർത്തു. ചുരുങ്ങിയ ദിനങ്ങൾ ഒരു യുഗം പോലെ ഞാൻ അവൾക്ക് സമ്മാനിച്ചു. ചിറകറ്റ പക്ഷിയാണവൾ. തനിച്ച് പറക്കാൻ കഴിയില്ല. കൂടെ